ഹലോ മച്ചന്മാരെ, അപ്പോൾ മെറ്റൽ സ്പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർ പോർച്ചിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസൊക്കെ ഇവിടെ ഇറക്കിയിട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ ശിഷ്യൻ പെയിൻ്റ് അടിക്കാനൊക്കെ ഉള്ള പരിപാടിയില്ല. അപ്പോൾ നമുക്കിവിടെ ടൈലിലൊക്കെ ഉള്ള നമ്മൾ ഷീറ്റ് എടുക്കാൻ മറന്നുപോയി. അതായത് നമ്മൾ അപ്പുറത്തെ പറമ്പിലിട്ടിട്ടാണ് കേട്ടോ പെയിൻ്റ് അടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഷീറ്റ് കൊണ്ടുവരാൻ മറന്നുപോയി. അല്ലെങ്കിൽ പിന്നെ ടൈൽസിലെല്ലാനും പെയിൻറ്റ് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ പെയിൻറ്റിൻ്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തുടങ്ങാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസിലാണ് കേട്ടോ വന്നത്. ഇവിടെ ഇങ്ങനെ നമ്മൾ ഒരു ബോക്സ് ടൈപ്പ് കാർ പോർച്ചാണ് നമ്മൾ പണിയുന്നത് കേട്ടോ. അത് ACP ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിനുള്ള കാലൊക്കെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇന്ന് അധികം വർക്കിൻ്റെ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് ഭാഗങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് കാലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാരുടെ വീടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ഒരു ഇൻഫ്ലുവൻസറിൻ്റെ വീടാണ്, എയിൻ ഹണി എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അവർ റീൽസൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അവരുടെ വീട്ടിലാണ് നമ്മളിന്ന് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിലൊരു ബീം ഓടിക്കണം. നമ്മൾ ആ ഒരു പോർഷനിൽ നിന്ന് അങ്ങോട്ട് ചെയ്യണത്. അപ്പോൾ അവിടെ ഒരു ബീം വെക്കണം, ചെറുതല്ല, ഒരു 20 അടി ലെങ്ത്തിൽ വന്നത്. അപ്പോൾ അതിനുള്ള ഹോൾ പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടിരിക്കുക. നമ്മളിവിടെ പോസ്റ്റൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു ബീം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടത്തേക്കുള്ളൊരു ബീം നമ്മൾ വെക്കണം. അപ്പോൾ അതിനുള്ള പ്ലേറ്റൊക്കെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ 8mm ആങ്കർ ബോൾട്ടാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യണത്. 8mm മതി, 10mm യൂസ് ചെയ്യാറുണ്ട് നമ്മളത്. നമ്മൾ ഇപ്പോൾ ഒരു സെക്കൻഡ് ഫ്ലോർ റൂഫൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു 10mm ആങ്കർ ബോൾട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. എന്ന് വെച്ചാൽ കാറ്റ് പിടുത്തമൊക്കെ കൂടുതലല്ല. അപ്പോൾ ഇതൊക്കെ എന്നാൽ താഴെയല്ലല്ലോ, അതാണ് ഒരു 8mm ധാരാളം. അപ്പോൾ ഇതാണ്ട് ഒരു സ്ട്രക്ചറിൻ്റെ ഒരു ഇത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ബീമൊക്കെ കയറ്റി എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്വയർ പാത്തിയാണ് വെക്കണത്. അപ്പോൾ പാത്തി പിടിപ്പിക്കാനുള്ള പൈപ്പ് അടിച്ചുകൊണ്ടിരിക്കുക. പാത്തിയൊക്കെ അകത്താണ് നമ്മളത്. ബോക്സ് ടൈപ്പ് ആയ കാരണം പാത്തിയൊന്നും വെളിയിൽ കാണില്ല. അപ്പോൾ പാത്തി ഇരിക്കാനുള്ള പൈപ്പാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. പാത്തിക്ലാമൊന്നും യൂസ് ചെയ്യില്ല, സ്ക്വയർ ട്യൂബ് തന്നെയാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 ട്യൂബ് ഒരു 2 വെച്ചിട്ടുണ്ട്, ഒരു 6 ഇഞ്ച് ഗ്യാപ്പിൽ പാത്തിൻ്റെ അകത്ത് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ പോസ്റ്റെല്ലാം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇനിയൊരു വെർട്ടിക്കലിൽ നമ്മളൊരു 5/8 ട്യൂബ് ഓടിക്കും. അപ്പോൾ അത് കാരണം നമ്മൾ പോസ്റ്റുകളൊക്കെ ഇങ്ങനെ ഡബിൾ കൊടുത്തേക്കണത് കേട്ടോ. ഫ്രണ്ടിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പാണ് നമ്മൾ പോസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മളുടെ വീഡിയോ ഒക്കെ നിങ്ങൾ സ്ഥിരം കാണണമെങ്കിൽ, നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മളെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഒന്ന് കയറി ഫോളോ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കും ഇനിയും വീഡിയോ ഇടാനുള്ളൊരു ഒരു എനർജി ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യണ പോലെ തന്നെ ഇനിയും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഏകദേശം ഫ്രെയിമൊക്കെ അടിച്ച് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ പർലിങ്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ACP ഷീറ്റ് ഇടുന്ന കാരണം നമ്മൾ കട്ട് ചെയ്ത് അകത്ത് വെക്കണം പർലിങ്. അല്ലെങ്കിൽ പിന്നെ ഷീറ്റ് ജോയിൻ്റൊക്കെ പാടായിരിക്കുള്ളൂ. നമ്മൾ നോർമൽ ഷീറ്റ് ഇടുന്ന പോലെ അല്ല. ACP ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ച് അങ്ങാടും മാറിക്കഴിഞ്ഞാലും പർലിങ്സ് മാറിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. ജോയിൻ്റ് തന്നെ പർലിങ്സ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഡ്രസ്സ് വെക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ 4 അടി കറക്റ്റ് സെൻറ്ററാക്കിയാണ് വെക്കണം. 4 അടി എന്ന് പറഞ്ഞാൽ നമ്മൾ 4 അടി വെക്കണം. നമ്മൾ മീറ്ററിൽ 122 നോക്കിയാണ് വെക്കണത്. 122 കറക്റ്റ് സെൻറ്റർ അല്ലെങ്കിൽ നമുക്ക് പണിയാണ്. 122 വെച്ചില്ലെങ്കിൽ എന്ന് വെച്ചാൽ ACP ആയതുകൊണ്ടേ ആ ജോയിൻറ്റ് കറക്റ്റ് സെൻറ്ററിൽ തന്നെ ജോയിൻറ്റ് വന്നില്ലെങ്കിൽ വെള്ളം ലീക്ക് ആവാനൊക്കെ ഉള്ള ചാൻസ് നല്ല കൂടുതലാണ്. അത് കാരണം ACP ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ACP ചെയ്യുമ്പോൾ സിലിക്കോൺ എപ്പോഴും നമ്മൾ 2 കോട്ടായിട്ട് നമ്മൾ സിലിക്കോൺ കൊടുക്കും പാക്ക് ചെയ്യുമ്പോൾ എപ്പോഴും. അതാകുമ്പോൾ പിന്നെ ലീക്കേജിനുള്ള ചാൻസ് വളരെ കുറവാണ്. അകത്ത് തന്നെ നമ്മൾ നല്ലോണം കൊടുക്കും. നമ്മൾ സ്ക്രൂ യൂസ് ചെയ്യും, കുറച്ച് സ്ക്രൂ യൂസ് ചെയ്യുള്ളൂ. നമ്മൾ കൂടുതലും മാസ്കിൻ്റെ പല നമ്മൾ ഡബിൾ ടേപ്പും സിലിക്കോണാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മളുടെ ഫ്രെയിമിൻ്റെ പണി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് കഴിഞ്ഞിരുന്നു കേട്ടോ. നമ്മളുടെ ഫ്രെയിമിൻ്റെ വർക്ക് ഇനി പോസ്റ്റിൻ്റെ വർക്കുകൾ മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് നമ്മളുടെ കഴിഞ്ഞപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ വന്നൊരു ഔട്ട്ലുക്ക് കേട്ടോ. നമ്മൾ മുകളിൽ ഒരു ചെറിയൊരു ബീഡിങ്ങും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് 2 വെച്ചിട്ടാണ് അടിക്കണത്. അപ്പോൾ അതൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെൽഡിങ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളൊരു 3 വെച്ചിട്ട് മേളിലൊരു 2 കൂടി വെച്ച് ചെയ്യുമ്പോൾ ഒരു കുറച്ചും കൂടിയും വീതി കിട്ടുമല്ലോ. അതാകുമ്പോൾ ആ ഷീറ്റ് ACP ഷീറ്റൊക്കെ ഫുള്ളായിട്ട് ഉള്ളിലായിട്ട് കവറായിട്ട് നിൽക്കുകയും ചെയ്യും. ഒന്നും കാണില്ല. അപ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗിയായിരിക്കും. അത് വർക്ക് ഫുള്ള് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ബോക്സ് ടൈപ്പ് ചെയ്താലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ.
നമ്മൾ ഈ വർക്ക് ചെയ്താൽ അങ്ങനെ നമ്മളൊരു സ്ക്വയർ ഫീറ്റ് നമ്മളൊരു 300 ആയിട്ട് മേടിക്കണം ഇങ്ങനത്തെ വർക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ റേറ്റ് നമ്മൾ വളരെ കുറച്ചാണ് നമ്മൾ ചെയ്താക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക, ഒരു കൊളാബ് പോലെ ചെയ്തതാണ് ഇത്. അപ്പം അങ്ങനെ നമ്മൾ റേറ്റ് കുറവൊന്നുമല്ല, എന്നാലും 70,000 രൂപയായി അവർക്ക് ടോട്ടലി വർക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ആ ഒരു റേറ്റിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തത്. ഇവർക്ക് ഇത് സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ഇതൊരു 300 സ്ക്വയർ ഫീറ്റിന് അടുത്തുണ്ട് ഇത്. 300 സ്ക്വയർ ഫീറ്റ് 70,000 രൂപ എന്ന് പറയുമ്പോൾ ACPയുടെ വർക്ക് ചെയ്യണവർക്ക് അറിയാൻ പറ്റും എത്ര റേറ്റ് കുറവാണെന്നത്. എന്ന് വെച്ചാൽ ഒരു 200 സ്ക്വയർ ഫീറ്റ് ചെയ്യുന്ന റേറ്റിലാണ് നമ്മളൊരു 300 സ്ക്വയർ ഫീറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതിനകത്ത് നമ്മൾ 5/8 റാഡാണ് വെക്കണത്, ചെറുത്. നമ്മളൊരു 1.25 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മളത് കൊടുക്കണത്. എന്ന് വെച്ചാൽ അധികം ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാലും കാണാനൊരു വൃത്തികേടായിരിക്കും. ഒരു മാക്സിമം അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കാണാനൊരു ഭംഗി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഓൾ കേരള നമ്മൾ ചെയ്ത് കൊടുക്കണതാണ് കേട്ടോ വർക്ക്. ഓൾ കേരള പോയിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെല്ലാനും. അപ്പോൾ ആ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെൽഡിങ്ങിൻ്റെ ഫ്രെയിമിൻ്റെ ഫുള്ള് കഴിയും വർക്ക്. പിന്നെ നമുക്ക് പെയിൻ്റ് അടിക്കാനുണ്ട്. പെയിൻ്റ് അടിക്കണം, പിന്നെ ഗ്രൈൻഡിങ്ങും പെയിൻറ്റിങ്ങും ഉള്ളൂ. അപ്പോൾ നമ്മളുടെ വർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കല്ല കേട്ടോ. നമുക്ക് ഫോളോവേഴ്സ് ഇച്ചിരി കുറവാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമ്മളൊന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞ് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി പെയിൻറ്റിംഗ് ഉള്ളു. അപ്പോൾ പാത്തി വെക്കണ ഒരു സ്ഥലത്തൊക്കെ കുറച്ച് പെയിൻറ്റിംഗ് ഉണ്ട്. ബാക്കി നമ്മൾ ഔട്ട്ലുക്കൊക്കെ നമ്മൾ നല്ല രീതിക്ക് 2 കോട്ട് വൈറ്റ് പ്രൈമർ പെയിൻറ്റും എല്ലാം അടിച്ച് സെറ്റാക്കിയാറുണ്ട് കേട്ടോ. അപ്പോൾ പെയിൻറ്റിങ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ശേഷം നിന്നിട്ട്. അപ്പോൾ നമ്മൾ ഫ്രെയിം വർക്ക് എല്ലാം കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ഇന്നത്തെ പണി കഴിഞ്ഞപ്പോൾ ഷീറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഷീറ്റൊക്കെ ഓർഡർ കൊടുത്ത് ഇരിക്കുക. അപ്പോൾ ഷീറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെല്ലാനും. അപ്പോൾ നമ്മൾ മോള് ഗ്രൈൻഡ് ചെയ്യുക. നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പെയിൻ്റൊക്കെ എല്ലാം അടിച്ച് തീർത്ത് മോള് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായില്ല. ഒരു ഫസ്റ്റ് കോട്ട് പ്രൈമർ മാത്രം നമ്മൾ ചെയ്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാലും ഈ സിലിക്കോൺ അതിൽ പിടിക്കാൻ ചാൻസ് കുറവാണ്. എന്ന് വെച്ചാൽ പെയിൻറ്റ് പൊളിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ വെള്ളം ലീക്കും. അപ്പോൾ നമ്മൾ ഒരൊറ്റ കോട്ട അടിക്കുകയുള്ളൂ മുകളിൽ. പിന്നെ ആ ബിൽഡിങ്ങൊക്കെ ഗ്രൈൻഡ് ചെയ്ത് നല്ല ലെവലാക്കണം. അപ്പോൾ നമ്മൾ ഷീറ്റ് ഇട്ട് തുടങ്ങിയിട്ടാ. അപ്പോൾ നമ്മൾ 10 അടി ഷീറ്റും 8 അടി ഷീറ്റും ഇടുന്നത്. എന്ന് വെച്ചാൽ ഈ 18 അടിയോളം ഉണ്ട് ഈ ഒരു സൈഡ്. പിന്നെ ആ ഒരു സൈഡ് വന്നിട്ടൊരു 14 അടി അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചിട്ടിട്ട് അവിടെ ആ ഒരു സൈഡ് ഒരു 14 അടി ഉണ്ട്, ഇങ്ങോട്ട് ഒരു 18 അടിയോളം ഉണ്ട്. അപ്പോൾ 10 അടി ഷീറ്റ് നമ്മൾ ആദ്യം ഇട്ട് കഴിഞ്ഞ് ഈ ഒരു വ്യൂ അടിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കും മേച്ചിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഈ വന്ന ഫ്രെയിമിന് സൈഡിലൊക്കെ LED ലൈറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ രാത്രി കാണാൻ നല്ല എന്താ പറയുക, നല്ല പ്രീമിയം ലുക്കായിക്കൊള്ളി. നമ്മളുടെ മെയിൻ ഫ്രെയിമിൻ്റെ സൈഡിൽ LED ലൈറ്റ്സ് ഇങ്ങനെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആയി. ACP ഒക്കെ ഇട്ട് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടാണ്. ഇതാണ് നമ്മളുടെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ അടിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ. നല്ല നീറ്റായിട്ട് കിടപ്പില്ലേ. ഇനി പെയിൻറ്റിങ് ഉണ്ട് അടിയിൽ. നമ്മളിനി ഒന്ന് ഫൈനലായിട്ട് ഒന്നും കൂടി ആ പെയിൻറ്റ് ഫുള്ള് എന്താ പറയണ വൈറ്റ് അടിച്ചാലുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ 3-4 കോട്ടെങ്കിലും അടിക്കണം. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പെയിൻറ്റ് ആവാണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ വർക്ക്. അപ്പോൾ വർക്ക് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബായ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ.